തരുമോ? ഞങ്ങള് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുമോ? പറയൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബക്ര അതിന്റെ 58 തൊട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വായിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പോ താങ്കൾ ഒരു മുസ്ലിം ആയിരിക്കെ അത് ഖുറാനിൽ നിന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരുന്നു. 58 നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുവിൻ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് യഥേഷ്ടം ഭക്ഷിച്ചുകൊള്ളുവിൻ. തല കുനിച്ചുകൊണ്ട് വാതിൽ കടക്കുകയും പശ്ചാത്താപ വചനം പറയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരികയും സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. ഒരു മിനിറ്റ്, എന്റെ നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരികയും സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് എന്ന് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നാൽ അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ട വാക്കിന് പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത്. അതിനാൽ ആ അക്രമികളുടെ മേൽ നാം ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കി, കാരണം അവർ ധിക്കാരം കാണിച്ചു കൊണ്ടിരുന്നത് തന്നെ. മൂസ നബി തന്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭം ശ്രദ്ധിക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടി കൊണ്ട് പാറമേൽ അടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടിയൊഴുകി. ജനങ്ങളിൽ ഓരോ വിഭാഗവും അവരവർക്ക് വെള്ളം എടുക്കാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നാശകാരികളായി തീരരുത് എന്ന് നാം അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അടുത്തത്, ഓ മൂസ, ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ മണ്ണിൽ മുളച്ചുണ്ടാവുന്ന തരത്തിലുള്ള ചീര, വെള്ളിരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉൽപ്പാദിച്ചു തരുവാൻ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. മൂസ പറഞ്ഞു, കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത്? എന്നാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെന്നിറങ്ങിക്കൊള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത്തരം ദുർവാശികൾ കാരണമായി അവരുടെ മേൽ നിന്ദയും പതിത്വവും അടിച്ചേൽപ്പിക്കുകയും അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീരുകയും ചെയ്തു. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഇതിനകത്തെ 1-2 കാര്യങ്ങൾ ഉള്ളത്. ഇവിടെ ഒരു പട്ടണത്തിലേക്ക് കയറാൻ പറയുന്നുണ്ട്. അത് ഏത് പട്ടണമാണോ എന്ന് വല്ലതും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. ഇനി അതല്ലെങ്കിൽ ഈ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് എന്ന് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഓർക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് ഒന്നറിയണം. പിന്നെ ഈ ആകാശത്ത് നിന്ന് അവർക്ക് ശിക്ഷ ഇറക്കി എന്ന് പറഞ്ഞു. ഈ ശിക്ഷ എന്താണ് എന്നറിയാൻ ഒരു താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഈ അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അള്ളാഹുവിന്റെ ആഹാരം എന്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതായത് ഈ ഫോണില്ല, പുള്ളിക്കാരൻ വേറെ പരിപാടിയില്ല ബ്രദറെ. അല്ലേ ബ്രദറെ, ഈ സന്ദർഭം എല്ലാം കൂടെ ഈ മേഘർഷടക്കം ഉണ്ടാക്കും. അത് നമ്മൾക്ക് ഇപ്പൊ വായിച്ച് ഇവര് നമ്മളോട് പഠിച്ചിട്ട് വിമർശിക്കും നമ്മളിങ്ങനെ പഠിച്ചോണ്ടിരിക്കും. അല്ലെ, ഞാൻ ചോദ്യം അല്ല, ഞാൻ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ബ്രദർ വായിച്ച ഒന്നാമത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം ബ്രദർ കാണിച്ചു തരാമെങ്കിൽ ഒരു കുതിരപ്പവൻ തരാം. ഞാനും അതാ ചിന്തിക്കുന്നത്. ആ ഒരു അല്ല മറ്റാരും അല്ല, അദ്ദേഹം ഫോണില്ല. അദ്ദേഹം ഫോണില്ല. ഇല്ലെന്ന്, പുള്ളി ഫോണില്ല. ഫോണൊക്കെ മാറി. ഫോൺ മാറി.
അപ്പൊ മേരിഷ് കേട്ടായിരുന്നോ? മേരിഷെ ഞാൻ വായിച്ചത് അതോ ഫോണിലാർന്നോ? മറ്റാരും ഇടപെടാതിരിക്കുക. അതായത് ഞാൻ ഇപ്പൊ താഴെ ഇടും അങ്ങനൊന്നും പറയണ്ട. സ്നേഹത്തിൽ നമ്മൾ ഒരു വിഷയം പഠിക്കുക എന്നുള്ളതാ. അതെ അതെ. പറഞ്ഞോളൂ മഹേഷ്. മേരിഷ് കേട്ടായിരുന്നോ? ഞാൻ ഫോണിലാർന്നു. കുറച്ച് കേട്ടു. ഇതിൽ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്താണ് എനിക്ക് അറിയേണ്ട 4 ആയത്തുകൾ വായിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു 6-7 ക്വസ്റ്റ്യൻസ് വരുന്നു. ഒന്ന്, നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുവിൻ. അപ്പൊ ഈ പട്ടണം എന്ന് പറഞ്ഞാൽ ഏത് പട്ടണമാണ് എന്നറിയാനൊരു താല്പര്യം. പിന്നെ ഇതെല്ലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ സന്ദർഭം നമുക്കിപ്പോ എവിടെ നിന്നാണ് ഇത് കിട്ടുക? 3, ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കി എന്ന് പറഞ്ഞു അള്ളാഹു. ആകാശത്ത് നിന്ന് ഇറക്കിയ ശിക്ഷ എന്താണെന്ന് വല്ലതും അറിയാമോ എന്നുള്ളതാണ്. പിന്നെ അടുത്തത്, ഇവിടെ വെള്ളവും അള്ളാഹുവിന്റെ ആഹാരം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 60-നകത്ത് പറയുന്നത് അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അള്ളാഹുവിന്റെ ആഹാരം എന്താണെന്ന് ഒന്ന് അറിയാനൊരു താല്പര്യം. മെഹറിഷിന് എന്തെങ്കിലും പിടിയുണ്ടോ? എന്താണ് അള്ളാഹുവിന്റെ ആഹാരം എന്നുള്ളത്? അള്ളാഹു കഴിക്കുന്ന ആഹാരം എന്താണെന്ന് വല്ലതും അറിയാവോ? അള്ളാഹു കഴിക്കുന്ന ആഹാരത്തിന് അള്ളാഹു കഴിക്കാറില്ലല്ലോ. അല്ല, ഞാൻ അത് പറഞ്ഞാ മതി. ഞാൻ ഈ ഖുറാന്റെ വായിച്ചത്, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. അപ്പൊ അള്ളാഹുവിന് ആഹാരമുണ്ട്. അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും നമ്മൾ ചെയ്തുകൊള്ളൂ. കഴിക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ ആഹാരമാണ്. അത് ദൈവം ഓക്കെ കഴിക്കുന്നു എന്ന് അർത്ഥമില്ല. നമ്മളിപ്പോ എന്ത് കഴിച്ചാലും അത് ദൈവത്തിന്റെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന ആഹാരം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് മുഴുവൻ പെട്ടു. ഏതൊക്കെയാണോ ഇവിടെ നമ്മൾ കഴിക്കുന്നതും തിന്നതും കുടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് മുഴുവൻ ദൈവത്തിന്റെയാണ്. അല്ല, അങ്ങനെ വരത്തില്ല. കാരണം അതിന്റെ അടുത്ത വാക്യം കണ്ടോ? നിങ്ങൾക്ക് ഒരു മിനിറ്റ്. ആരും ഇടപെടല്ലേ, ഒരു രണ്ടുപേരും മാത്രം സംസാരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ മെഹറിഷ് പറഞ്ഞതുപോലെ വരില്ല. കാരണം ഒരു സെക്കൻഡ്, ഈ ന്യൂക്ലിയർ പറഞ്ഞ ഉടനെ പരിഗണിക്കണേ. അതെ അതെ അതെ. 61-ാമത്തെ വാക്യത്തിനകത്ത് മെഹർഷ് ഒന്ന് ശ്രദ്ധിച്ചേ. ഓ മൂസ, ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പൊ എല്ലാ ആഹാരത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഒരൊറ്റ തരത്തിലുള്ള ആഹാരമാണ്, ഒരേ തരം ആഹാരം. അതിനെ കുറിച്ചാണ് ഈ മൂസയോട് ഈ ഇസ്രായേൽ ജനത പറയുന്നത്. ഒരേ തരത്തിലുള്ള ആഹാരം കഴിച്ച് 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 ഞങ്ങൾ മടുത്തു. അതാണ് ഈ അള്ളാഹുവിന്റെ ആഹാരം എന്ന് പറയുന്നത്. അതേതാണെന്നാണ് മെഹറിഷിനോട് ചോദിച്ചത്. ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരേ തരം ആഹാരമാണ് അള്ളാഹുവിൻ്റെത് എന്നുള്ളത് എവിടെയുള്ളത്? അള്ളാഹുവിൻ്റെത് ഇവര് കഴിച്ച കാര്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ 61-ല്. ഓ മൂസ, ഒരേ തരം ആഹാരവുമായി നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെത് ഒരേ തരം ആഹാരമാണ്, പലതരമല്ല. അതെവിടെയാണ് ചോദിച്ചത്? ബ്രദറെ, മനസ്സിലാക്കുക. അതായത് ഇവിടെ എന്താ ഇവര് കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. അത് വായിച്ചോ? അതെ, അതിലെന്താ വിഷയം? എന്താ പ്രശ്നം? അപ്പോ ഈ ജനങ്ങള് അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യാണ്, ശരിയല്ലേ? അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഒരു മരുഭൂമിയിൽ ചെന്നുമ്പോ ഇത്രയും വായിച്ചത് ശരിയാണോന്ന് പറ. ഇത്രയും ശരിയാണോന്ന് പറ. അതെ, എന്താണ് നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു എന്ന് കരുതുക. അവിടെ കഴിക്കാൻ എന്തെങ്കിലും ഒരു സാധനം മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അപ്പൊ അത് ദൈവത്തിന്റെ ആഹാരമാണ്. അപ്പൊ അതിപ്പോ കഴിച്ചുകൊള്ളുക. അപ്പൊ അവിടെ അവര് പറയണം അത് പോരാ, ഞങ്ങൾക്ക് ഇത് മാത്രം പോരാ, പലതും വേണം എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യാനവിടെ. അപ്പൊ ഇത് ഏതാണെന്നാണ് ഞാൻ ഈ ചോദിക്കണേ. ഇത് പോരാന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്? വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ അത് വ്യക്തമല്ല. ഏതാണ് ആഹാരം അവിടെ ലഭ്യമായത് എന്താണോ അത്, അത്രേ ഉള്ളൂ. അതിലിപ്പോ വലിയ അത്ഭുതമില്ലല്ലോ. അത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ പണ്ഡിതന്മാർ അത് അത്ഭുതമാക്കി എടുത്തിട്ടുണ്ടേ. ഞാൻ ഈ ചോദിക്കുന്നത് വെറുതെ ചോദിക്കുന്നതല്ല. ഏതാ താങ്കൾക്ക് അറിയോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാൽ മതി. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞു. ഈ ആഹാരം ഏതാണെന്ന് അറിയോ? ഒരു പ്രദേശത്തിൽ ലഭ്യമായ ആഹാരം അതേതാണ്? അത് ഏത് പ്രദേശത്തായാലും എന്ത് ആഹാരം ലഭിച്ചാലും അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് ഈ ആഹാരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആ ആളുകൾ അത് പോരായ്മ പറഞ്ഞു. അത് പോരാ, ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ കൂടി വേണം. എന്ത് ആഹാരമായാലും അത് ദൈവത്തിന്റെയാണ്. അതെ, ഈ ആഹാരം എന്താന്ന് വല്ലതും അറിയോ? അതാ ഞാൻ ചോദിച്ചത്. അറിയുമെങ്കിൽ അറിയുമെന്ന് പറഞ്ഞാൽ
അറിയില്ല. ഓക്കെ, എന്നാ ഞങ്ങൾ ഇച്ചിരി നേരം ഖുറാൻ പഠിപ്പിക്കട്ടെ? പഠിപ്പിച്ചോ. വെരി ഗുഡ്. മോനൊന്നും നല്ല മോനാ. ഐ മീൻ മെഹറിഷ് മോന് ഇടയ്ക്ക് പേരിട്ടതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞേ. എന്നാ നമുക്ക് നോക്കാം. ഇബിൻ കത്തീർ അതിന്റെ വോളിയം നമ്പർ 1, പേജ് നമ്പർ 243. ഞാനൊന്ന് വായിക്കാം. അതിന്റെ ടൈറ്റിൽ ഇതാണ്: ദ ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ പ്രിഫേർഡ് ഫുഡ്സ് ഇൻഫീരിയർ ടു സംതിങ്. ഞാൻ അതും കൂടെ വായിച്ചതിന് ശേഷം ഞാൻ പറയാം. ഈ സംതിങ് അത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ 61ാമത്തെ വാക്യം ഒന്ന് മെഹരീഷിന് വേണ്ടി വായിച്ചിട്ട് ഞാനിത് പറയാം. ഓ മൂസ, ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ മണ്ണിൽ മുളച്ചുണ്ടാവുന്ന തരത്തിലുള്ള ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായവ ഞങ്ങൾ താങ്കളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നില്ലേ? ഏതാ താങ്കൾ അതത് ഞാൻ വായിച്ചു വരാൻ പോകുന്നേ ഉള്ളൂ. അവിടെ എത്താൻ പോകുന്നേ ഉള്ളൂ. ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുവാൻ താങ്കൾ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് ഞങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. മൂസ പറഞ്ഞു, കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത്? എന്നാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെന്നിറങ്ങിക്കൊള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇത്തരം ദുർവാശികൾ കാരണമായി അവരുടെ മേൽ നിന്ദ്യവും പതിത്വവും അടിച്ചേൽപ്പിക്കപ്പെടുകയും അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീരുകയും ചെയ്തു. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അത് സംഭവിച്ചത്. ഓക്കെ, അപ്പോ മെഹരിഷ് പറഞ്ഞു ഇവര് ഈ അള്ളാഹു കൊടുത്ത ഭക്ഷണം എന്താണ് എന്ന്, അതായത് ഈ മേത്തരമാണ് ഇതുവരെയും ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് മൂസ പറഞ്ഞ ഈ ഭക്ഷണം എന്താണെന്ന് മെഹറിഷിന് അറിയത്തില്ലെന്ന് പറഞ്ഞു. മൂസ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് മണ്ണിൽ നിന്ന് മുളച്ചു വരുന്ന ഭക്ഷണങ്ങൾ അത് ഇതുവരെ കഴിച്ചിരുന്ന ഭക്ഷണത്തെക്കാളും താണതരത്തിലുള്ള ഭക്ഷണമാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ താണതരത്തിലുള്ള ഭക്ഷണവും ഉയർന്ന തരത്തിലുള്ള ഭക്ഷണവും എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. താണതരത്തിലുള്ള എന്താന്ന് മൂസ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി. അത് ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി ഇതിനെയാണ് ഈ താണതരത്തിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെ ഇവർ കഴിച്ചുകൊണ്ടിരുന്ന ഈ ഉയർന്ന തരം ഭക്ഷണം എന്താണ് എന്നുള്ളതായിരുന്നു എന്റെ അപ്പോൾ ചോദ്യം. നിങ്ങൾക്ക് അവിടെ തെറ്റുപറ്റി. നിങ്ങൾ ആ ഭക്ഷണത്തെ കുറിച്ചാണ് താണതും ഉയർന്നതും കണ്ടത്. പക്ഷെ ഞങ്ങൾ കണ്ടത് അതല്ല. ഒരു 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 സംഗതി വിട്ടിട്ട് ഇത് വേണ്ട മറ്റുള്ള വേണമെന്ന് പറയുമ്പോൾ അവിടെ നന്മ വിട്ട് തിന്മയിലേക്ക് പോകുന്ന ഈ ഭക്ഷണത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്. ഭക്ഷണത്തെ ആവശ്യപ്പെട്ടിട്ടെങ്കിൽ അതാണ് നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതാണ് നിങ്ങൾ നേരെ ഡയറക്റ്റ് അർത്ഥം എടുക്കുന്നു, ഞങ്ങൾ അത് ചിന്തിച്ച് മനസ്സിലാക്കുന്നു. അതാണ് വിഷയം. നിങ്ങൾ ഭക്ഷണത്തെ കുറിച്ചാണ് നിങ്ങൾ ഭക്ഷണത്തെ കുറിച്ചാണ് താണതും ഉയർന്നതും ഇപ്പൊ ചിന്തിച്ചത് അല്ലേ? എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല ചിന്തിച്ചത്. നിങ്ങളുടെ പണ്ഡിതന്മാരെങ്ങനെ ചിന്തിച്ചെന്ന് പറഞ്ഞേട്ടെ. നിങ്ങളുടെ പണ്ഡിതന്മാര്. ഓക്കെ, അതിനു മുമ്പ് പണ്ഡിതന്മാരിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇതുവരെ ഇവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം എന്താണെന്ന് അറിയാമോ മെഹരീഷിന്? അറിയെങ്കിൽ അറിയും, ഇല്ലെങ്കിൽ ഇല്ല, കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ല, അറിയില്ല. ഓക്കെ, എന്നാ പിന്നെ അച്ഛാ ഈ റൂമിന്റെ പേര് വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ അല്ലേ? ആണല്ലോ, അതെ. അപ്പൊ പിന്നെ മെഹറിഷിന് ഒരു അവസരം. അപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്നത് തഫ്സീർ ഇബിൻ കത്തീറിന്റെ പുസ്തകം, വോളിയം 1, പേജ് നമ്പർ 243. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ദ ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ പ്രിഫേർഡ് ഫുഡ്സ് ഇൻഫീരിയർ ടു മന്ന ആൻഡ് ക്വൈൽസ്. അതായത് അത് തന്നെ. അതായത് ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ താണതരത്തിലുള്ള ഫുഡ്, അതായത് ഫുഡ്സ് ഇൻഫീരിയർ ടു മന്ന ആൻഡ് ക്വൈൽസ്, മന്നയും കാടപ്പക്ഷിയും വിട്ടേച്ച് ഇവർ ഇത് കഴിച്ചു മടുത്തു. ഇനി ഞങ്ങൾക്ക് ഈ ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി ഇതൊക്കെ തന്നാ മതി എന്ന് പറഞ്ഞ ഭാഗം. ഏതിനെ വിട്ടേച്ച്? മന്നയും കാടപ്പക്ഷിയും വിട്ടിട്ട്. എങ്ങനെ ഉണ്ട്? ഓക്കെ, എന്തായാലും നമ്മുടെ ഉത്തരവാദിത്വമാണ്. വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിരിക്കും. ഞാൻ ഇനി വായിക്കാം. അല്ലാഹ് said, and remember my favor on you when I sent down manna and quails to you. അള്ളാഹു പറയാണ്, നിങ്ങൾ ഇത് ഓർത്തു നോക്കിയേ, ഞാൻ നിങ്ങൾക്ക് മന്നയും കാടപ്പക്ഷിയും അയച്ചു തന്നു.
എ ഗുഡ് പ്യുവർ ബെനിഫിഷ്യൽ ഈസിലി അക്വയർഡ് ഫുഡ്, നല്ലതും എന്താ പറഞ്ഞേ ഫ്രഷ് ആയിട്ടുള്ളതും പ്യുവർ ആയിട്ടുള്ളതും ബെനിഫിഷ്യൽ, ശരീരത്തിന് കൊള്ളാവുന്നതും, അത് മാത്രല്ല വളരെ വേഗത്തിൽ, ഇത് നിങ്ങൾ മുളപ്പിച്ചുണ്ടാക്കൊന്നും വേണ്ട, രാവിലെ പോയി പറക്കിയെടുത്താൽ മതി. ഈസിലി അക്വയർഡ് ഫുഡ്. വല്ല മനസ്സിലാവുന്നുണ്ടോ? And remember, your ungratefulness for what we granted you. അള്ളാഹു തന്ന ഈ ഭക്ഷണത്തോട് നിങ്ങൾ നന്ദിയേട് കാണിക്കുക. Remember how you asked Musa to exchange this type of food for an inferior type that consists the vegetation and so forth. അപ്പോ നമ്മുടെ മെഹരിഷ് പറഞ്ഞത് ഇത് ഭക്ഷണത്തെ കുറിച്ച് പറയുന്നതല്ല, ഇത് ചിന്തകളെ കുറിച്ച് പറയുന്നതാണ്. പക്ഷെ നമ്മളുടെ മെഹരിഷിന്റെ ഭാഷയിൽ പിന്നെ മെഹരിഷ് പണ്ടേ ഈ പണ്ഡിതന്മാരോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇബിൻ കത്തീർ പറയുന്നത് ഈ ഉയർന്ന തരത്തിലുള്ള ഭക്ഷണമായിരുന്നു അള്ളാഹു ഇതുവരെ ഇസ്രയേൽ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കളഞ്ഞിട്ട് അതിനേക്കാളും താണ തരത്തിലുള്ള ഭക്ഷണം ഇവര് ആഗ്രഹിച്ചത് കൊണ്ട് അത് എന്താ പറയുന്നേ, അത് ദൈവകോപത്തിന് ഇരയായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് പണ്ഡിതന്മാരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അൽ ഹസൻ അൽ ബസരി said about the children of Israel, they were bored and impatient with the type of food they were provided. അതായത് ഈ ഇസ്രയേൽ മക്കൾക്ക് ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് അവര് ബോറായി പോയി എന്ന് അൽ ഹസനും അൽ ബസരിയും രേഖപ്പെടുത്തിയിട്ടുണ്ടത്രേ. കേട്ടോ, ഇനി എന്താണ് പറയുന്നത്? they also remembered the life they used to live when their diet consisted of lentils, onions, garlic and herbs. പലതരത്തിലുള്ള ഭക്ഷണ പാനീയങ്ങൾ ഈജിപ്തിൽ അവർക്ക് കിട്ടുമായിരുന്നു, അവരത് ഓർക്കുകയും ചെയ്തു. ഇനി ഈ പറയുന്ന ഒരു തരം പ്രത്യേകതര ഭക്ഷണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭക്ഷണം എന്ന് 60-ാമത്തെ വാക്യത്തില് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ മുസ്ലിം സഹോദരൻ അറിയത്തില്ലെങ്കിലും വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇവരോട് പറയുന്നത് നമ്മളുടെ ബുക്കിൽ നിന്നല്ല, മറിച്ച് ഇവരുടെ പുസ്തകമായ തഫ്സീർ ഇബിൻ കത്തീറിന്റെ പേജ് നമ്പർ 243. ഞാൻ 244ലേക്ക് കയറുകയാണ്. അതിങ്ങനെയാണ്: വൺ കൈൻഡ് ഓഫ് ഫുഡ് മീനിങ് ദ മന്ന ആൻഡ് ക്വയൽസ്. അതായത് ഈ അള്ളാഹു കൊടുത്തു എന്ന് പറയുന്ന ഭക്ഷണം അത് മന്നയും കാടപ്പക്ഷിയുമാണത്രേ. ബിക്കോസ് ദേ എയ്റ്റ് ദ സെയിം ഫുഡ് ഡേ ആഫ്റ്റർ ഡേ. എല്ലാ ദിവസവും ഇവരിത് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ദ ആയ mentioned lentils, onion, herbs, and which are all known types of food. As for the firm, Ibn Masud read it, thum bracket garlic. Also Ibn Abi Hatim narrated that Al Hasan said about the ayat. ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം എന്തിനെ കുറിച്ചാണ് ഇതുപോലെ പറയുന്നതെന്ന്. അപ്പോ ഇപ്പൊ മഹേഷിന് എന്ത് തോന്നുന്നു? ഈ മേത്തരം ഭക്ഷണത്തെക്കുറിച്ചും ഇൻഫീരിയർ ഭക്ഷണത്തെക്കുറിച്ചുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾക്ക് മനസ്സിലായോ? താങ്കൾ ചിന്തിച്ചതുപോലെ മനസ്സിലാക്കി തന്നതിൽ വളരെ സന്തോഷം. ഇപ്പൊ ഇസ്ലാമിക വിശ്വാസത്തിൽ കൂടുതൽ ദൃഢത വരുത്താൻ നിങ്ങൾ സഹായിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് പഠിക്കാത്ത വിഷയം പഠിക്കാൻ പറ്റിയോ? അത് പറ. അതിനാ പറഞ്ഞത്, അറിയാത്തൊരു വിഷയം നിങ്ങൾ പഠിപ്പിച്ചു തന്നു. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിപ്പിക്കുകയും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്. എന്തായാലും എന്തെങ്കിലും ആട്ടെ. അല്ല, വെറുതെ നമ്മൾ ഈ റൂമിന്റെ ടൈറ്റിൽ ഇങ്ങനെ ഇട്ടേക്കണേ. അച്ഛൻചായ ഇത് അടിപൊളി കേട്ടോ, ഈ റൂമിന്റെ ടൈറ്റിൽ അടിപൊളി. അതെ 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 അതെ. അല്ല, ഒരു സങ്കടേ ഉള്ളൂ, ചോദ്യം നമ്മൾ ഞാനൊക്കെ സീറോ, ഇസ്ലാമിനെ കുറിച്ച് സീറോ ഇന്ന് ഇപ്പൊ നിങ്ങളൊക്കെ പഠിപ്പിച്ച് ഈ ലെവലിലാക്കി, വിശ്വാസം ദൃഢമാക്കി. താങ്ക് യു. അത് നിങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഒത്തിരി മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ബ്രദർ. ഒത്തിരി പേര് ഇവിടെ വന്ന് ഞങ്ങളോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മെഹറിഷ് ഞങ്ങളോട് താങ്ക് യു പറഞ്ഞതുപോലെ ഒത്തിരി മുസ്ലിങ്ങൾ ഈ റൂമിൽ വന്ന് ഞങ്ങൾ ഇന്ന് ഇസ്ലാം പഠിച്ചു. നിസ്കരിക്കാത്ത ആളായിരുന്നു ഞാൻ. ക്ലബ് ഹൗസ് തുടങ്ങി നിങ്ങളൊക്കെ റൂം കേട്ടതിന് ശേഷം നിസ്കാരം തുടങ്ങിയത്. അതെ 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 അതെ, ഞാൻ അതാ പറഞ്ഞേ. ഞങ്ങളുടെ റൂമിൽ വന്ന് ഇതുവരെ നിങ്ങളുടെ മദ്രസയിലോ നിങ്ങളുടെ ഉസ്താദുമാർക്ക് പഠിപ്പിക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരുന്ന കാര്യങ്ങള് ഞങ്ങളുടെ റൂമിൽ വന്ന് നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾ പഠിക്കുന്നു. ഒത്തിരി പേര്, ഒരു മിനിറ്റ്, ഒത്തിരി പേര് താങ്ക് യു പറയുന്നുണ്ട്. ഇവിടെ ചിലര്
ഇവിടെ ചിലരെ ഈ ഫാത്തിഹ ഓതാൻ വരെ പഠിപ്പിച്ചത് നമ്മുടെ ന്യൂക്ലിയറും നമ്മുടെ ഉസ്മാനൊക്കെ കൂടിയാ. എനിവേ ബ്രദർ ഒറ്റ മിനിറ്റ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഞങ്ങൾ പഠിപ്പിച്ച കേട്ട് ഇപ്പൊ 5 നേരം നിസ്കരിക്കാൻ തുടങ്ങണേ. ഞങ്ങൾ ഇവിടെ ഖുറാനിലെ നിക്കാമുത്തനെ കുറിച്ച് പഠിപ്പിച്ചായിരുന്നു. താങ്കൾ അത് വല്ലതും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു? അത് തെറ്റാണെന്ന് മനസ്സിലായി. നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നത് 60% തെറ്റുണ്ട്. അതിൽ പെട്ടാണ് നിക്കാമുത്ത നിരോധിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് അപ്പൊ പഠിപ്പിച്ചില്ല. നിക്കാമുത്ത നിരോധിച്ചിട്ടുണ്ടല്ലോ, ഉമ്മറല്ലേ നിരോധിച്ചാണ്. അത് അപ്പൊ ഉമർ ആരും അല്ലേ? ഉമ്മറിന് വഹിയിട്ട് വരുന്നത് ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. കുഴപ്പമില്ല. സ്വഹീഹായ ഹദീസ് വേണ്ടേ? അപ്പൊ ഉമ്മർ നിരോധിച്ചിട്ടാക്കി ബ്രദറെ, നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ സ്വഹീഹായ ഹദീസ് നിങ്ങൾ എടുക്കൂലേ? അപ്പൊ മുഹമ്മദും അള്ളാഹു അല്ലല്ലോ, ഒരു മിനിറ്റ് ചിരിക്കാൻ അവസരം തരാം. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം. ചിരിക്കാൻ സമയം തരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം. അള്ളാഹു ഇതുവരെ ഇവിടെ ചർച്ച ഉമ്മർ അക്യു ബ്രദർ നല്ല ഉസ്താദ് നല്ല മാഷായിട്ട് നല്ല ഉഷാറായിട്ട് പോയിരുന്നു. ഇപ്പൊ കണ്ടിന്യൂ ചെയ്തോ പ്ലീസ്. വെറുതെ അനാവശ്യമായിട്ട് ഇടപെട്ടിട്ട് മഹേഷ് ഇടയ്ക്ക് കയറരുത്. പറയൂ. കണ്ടിന്യൂ ചെയ്തോ. ഇനിയിപ്പൊ ഞാൻ ഇടപെട്ട് ഇദ്ദേഹം ഓടണ്ട. കണ്ടിന്യൂ ചെയ്തോ. അല്ല, എനിക്ക് ചിരിയാവുന്നു. ഞാൻ മ്യൂട്ട് ചെയ്തിരുന്ന് ചിരിക്കുകയായിരുന്നു നമ്മുടെ മെഹറിഷിന്റെ അവസ്ഥ ഓർത്തിട്ട്. എനിവേ കുഴപ്പമില്ല. എന്തായാലും അദ്ദേഹം രാവിലെ വന്ന് ആദ്യത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചൊരു താങ്ക് യു ഒക്കെ പറഞ്ഞല്ലോ. സോ നല്ല കാര്യം. അതൊരു യുനോ ഒരു നല്ല കാര്യം. ഓക്കെ, എന്നാ ഇനി അടുത്തതിനകത്തോട്ട് പോവാം. ഇത് ഈ കഴിഞ്ഞ ദിവസം ഒരു സംസാരം നടന്നിരുന്നു. ഇനി താങ്കളുടെയും കൂടെ ഒരു അഭിപ്രായം ഒന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത വാക്കി തന്നെ. ഓക്കെ, അപ്പൊ ഇത് അടുത്തതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ പഠിച്ചോ ഇല്ല എന്ന് അറിയാനായിട്ട് ഒരു ചെറിയ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അള്ളാഹുവിന്റെ ഭക്ഷണം എന്താണ്? അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത ഭക്ഷണം എന്താണ്? ഇപ്പൊ ക്ലിയർ ആയി. ഒരു തീരെ അറിയാത്തൊരു സംഭവം അത് ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇപ്പൊ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് എന്താ വെച്ചാല്, ഈ മന്നായും സെൽവായും വെള്ളമൊന്നും അധ്വാനം കൂടാതെ അവർക്ക് ലഭിച്ചിരുന്ന സുഭിക്ഷമായ ഭക്ഷണമായിരുന്നു. മേത്തരം ഭക്ഷണങ്ങൾ, മന്നായും സെൽവായും വെള്ളവും. കാരണം നമ്മളൊരു അധ്വാനം കൂടാതെ ആ സാധനം നമുക്ക് ദൈവം നൽകിയിരുന്നു. പക്ഷേ ഇപ്പൊ ഈ ഇവരാവശ്യപ്പെട്ട ഉള്ളി, പിന്നെ അങ്ങനെ ചേങ്ങ, മറ്റേത് മറിച്ചതൊക്കെ, അതൊക്കെ നമ്മൾ ഭൂമിയിൽ അധ്വാനിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പൊ അത് റിസ്ക് ആണ്. അപ്പൊ അവർക്ക് സുഭിക്ഷമായത് വിട്ടിട്ട് അവർ ഇതിനെ തേടി. അതാണ് അവിടെ പറഞ്ഞതിന്റെ വിഷയം. ക്ലിയർ കട്ടായി. ഇങ്ങനത്തെ ഒരു കാര്യം പഠിപ്പിച്ചു തന്നതിൽ വളരെ സന്തോഷം. ഒരു റെസിഡന്റ് അടിക്കച്ചായോ, ഒരു റെസിഡന്റ് അടിക്കേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ദൃഢത വരുത്താൻ താങ്കൾ കാണിച്ച ഈ പ്രയത്നത്തിന് താങ്കൾക്ക് ദൈവം നേർമാർഗം കാണിക്കട്ടെ. അതെ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പ്രൗഡ് ഓഫ് യു. ഞാൻ പുതിയൊരു കലിമ പഠിച്ച മെഹറിഷിനോടല്ല, ഞാൻ എക്യുപ്പിനോടാണ്. ലാ ഇലാഹ ഇല്ല ഉമ്മർ റസൂലുള്ള. ഇവര് വേണമെങ്കിൽ മെഹറിഷ് വേണമെങ്കിൽ എന്നെയും കൂടെ ചേർക്കും, അറിയാവോ? ഉമറിനെ മാത്രമൊന്നുമല്ല, മെഹറിഷ് വേണമെങ്കിൽ ഇപ്പൊ എന്നെയും കൂടെ ചേർക്കും. നിങ്ങൾ ന്യൂക്ലിയർ ഒന്നോടെ ആഞ്ഞു വിട്ട എന്നെ ക്ലിയർ ആക്കിയത് എക്യുപ് ബ്രദറാണ്. ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കാൻ സഹായിച്ചതിൽ പ്രധാന പങ്ക് എക്യുപ്പിനാണ്. താങ്ക് യു ബോയ്, താങ്ക് യു, ഗുഡ് ബോയ്. ടിഷ്യൂ പേപ്പർ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ. അതെ. എനിക്ക് വയ്യ. എന്നെ അങ്ങ് കൊല്ല്. അതെ, എക്യുപ്പുസ്താദ്. ഇനി വേണമെങ്കിൽ കലിമേൽ ഇവര് എന്റെ പേരും കൂടെ ചേർക്കും. എപ്പോഴും ഒരു ഉസ്താദിന്റെ ശൈലിയാണ്. ആരെയും അവഗണിക്കൂല, ആരെയും തെറി പറയൂല. ഇതാണ് ശൈലി. ബോംബ് വെക്കാൻ പറയത്തില്ല. എനിക്ക് വയ്യ. ഫാത്തിമ. ഓക്കെ, നമുക്ക് അടുത്തതിനകത്തിട്ട് പോയാലോ? എന്താ മെഹറിഷിന്റെ പ്രസ്താവന ഇന്ന്? മെഡിറ്റേഷന്റെ പ്രസ്താവന എന്താണ്? ഇല്ല, പുള്ളി രാവിലെ വന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു. ഒരു സെക്കൻഡ് സൗകര്യം തുടങ്ങിയതേ ഉള്ളു. ഇത് യൂട്യൂബിൽ വരാനുള്ളതാണ്. അതുകൊണ്ട് രണ്ടുപേര് മാത്രം സംസാരിക്കുക. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയം എന്താണ്?
വിഷയം വിഷയം ഖുറാൻ പഠിപ്പിക്കുന്നു. ഓക്കെ ഓക്കെ. ആ യൂട്യൂബിൽ വരാനുള്ളതാണല്ലേ. അപ്പൊ ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് നേരിടാനുള്ള കഴിവ് ആർക്കെങ്കിലും ഉണ്ടോ? അയ്യോ ഇല്ല ഇല്ല ഒരു മിനിറ്റ് തീരെ ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് മേരിഷേ നിങ്ങൾ ബൈബിൾ മേരിഷേ എടുക്കാൻ ഇത്ര ഭയപ്പെടാൻ കാരണം എന്താണ്? യൂട്യൂബിൽ വരാനുള്ളതല്ലേ, എല്ലാരും അറിയട്ടെ. ബൈബിൾ എടുക്കാൻ മേരിഷേ ഒരു നിങ്ങൾക്ക് മിനിറ്റ് ഭയമാണ്, തരാം, സമയം അത് സമയം അത് തരാം. ഞാൻ തുറക്കാൻ സിസ്റ്റർ നിങ്ങൾക്ക് ചോദിച്ചതിന് ഒരു ഉത്തരം ഭയമാണ് പറയട്ടെ. എന്നുള്ള വിഷയം എല്ലാവരും അറിയട്ടെ. പറയാം. അല്ലെ ലീ സിസ്റ്റർ, ഇത് ബൈബിൾ ഇത്ര നമ്മുടെ അറപ്പാവാൻ മെഹറിഷ് കാരണം വന്നു. എന്താണെന്ന് പറയോ? മെഹറിഷിനോട് ഒരു മിനിറ്റ് ബ്രദറെ, മെഹറിഷ് ഒരു മിനിറ്റ്. അല്ല, നിങ്ങളിപ്പോ ഇത്രയും മെഹറിഷിനോട് ഓ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടല്ലേ. പറഞ്ഞല്ലോ, തരാം. മെഹറിഷ് ഇടയ്ക്ക് കയറല്ലേ. മെഹറിഷിനോട് ഞാൻ ഒരു ഖുറാന്റെ ഭാഗം അൽ ബക്ര അതിന്റെ ഒരു 58 തൊട്ട് വായിച്ചേച്ച് അതിനകത്ത് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് വായിക്കുമ്പോൾ നമുക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പോ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ഇസ്ലാം ആണല്ലോ, അപ്പൊ ജനിച്ചു വളർന്ന മദ്രസയിൽ പഠിച്ച ഒരു ദാവ പ്രവർത്തനമൊക്കെ ആയതുകൊണ്ടും, അതുമാത്രമല്ല ക്രൈസ്തവരുടെ റൂമിലൊക്കെ പോയി ഇസ്ലാമിനെ ഒത്തിരി ഡിഫെൻഡ് ചെയ്യുന്ന വ്യക്തിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവർ നമുക്ക് ഇസ്ലാമിനെ പറഞ്ഞു തരുമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, പുള്ളി കൈപൊക്കി കാണിച്ചു, ഇല്ല എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നാ എക്യുപ്പ് പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ അത് അവരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ച് പറഞ്ഞും കൊടുത്തു. പുള്ളി എനിക്ക് താങ്ക് യുവും പറഞ്ഞു. അവിടെ നിൽക്കുമ്പോഴാണ് സിസ്റ്റർ വരുന്നത്. അല്ലേ മെഹരീഷ, ശരിയല്ലേ? അതെ, തീർച്ചയായും നിങ്ങൾ പറഞ്ഞതിൽ ഇസ്ലാമിനെതിരായിട്ട് ഒന്നുമില്ല. ക്ലിയർ ആയി. ഞ- എനിക്കറിയാത്ത ഒരു കാര്യം നിങ്ങൾ പഠിപ്പിച്ചു തന്നു. ക്ലിയർ ഞങ്ങള് കട്ട്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ പുസ്തകത്തിൽ നിന്നാണ് റെഫറൻസ് വെച്ച്. നിങ്ങളുടെ വിശ്വാസം എന്താണോ അല്ല, പക്ഷെ അത് നിങ്ങൾ നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്താണ് അപ്പൊ ബൈബിൾ എടുക്കാൻ ഭയക്കുന്നത്? ബൈബിൾ എടുക്കാൻ ബൈക്ക് ഉണ്ടല്ലോ. എത്ര തവണ എന്നെ പുറത്താക്കിയിട്ടുണ്ട് ഈ ബൈബിൾ എടുത്തതിന്റെ പേരിൽ, ഒരു ഇല്ല, വചനം അത് നിങ്ങൾ കോട്ട് വിഷയം ചെയ്തതിന്റെ പേരിൽ. മാറ്റുമ്പോൾ ഉള്ളൊരു കുഴപ്പമുള്ളൂ. കണ്ടോ, ഇപ്പൊ നമ്മൾ ഖുറാൻ സംസാരിക്കുന്നതിന്റെ അല്ല, ഇടയ്ക്ക് നമ്മളിപ്പോ നിങ്ങൾക്ക് ഒരു ഇത്രയും നേരം ആഗ്രഹം. സംസാരിച്ചു, നിങ്ങൾ ഖുർആൻ ചോദിച്ചു, നിങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ തന്നെ പഠിപ്പിച്ചു. നിങ്ങളെ സ്വന്തം ഗ്രന്ഥമായ ബൈബിളിനെ കുറിച്ച് എനിക്ക് സംശയങ്ങൾ തീർത്ത് എന്നാ മതത്തിലേക്ക് കയറ്റാനല്ലേ നിങ്ങൾ നോക്കണ്ടേ? അല്ല ബ്രദറെ, നമ്മൾ ഒരു വാക്യം കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 58 മുതൽ 62 വരെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിനകത്ത് 61 നമ്മൾ എത്തിയതേ ഉള്ളൂ. ഒരു വാക്യം കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ടെ കുഴപ്പമില്ല. അതിൽ നിന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബൈബിളത്തെ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകിയാലും ഉണ്ട്. സഹോദരൻ. ബൈബിളിലെ ആയിക്കോട്ടെ. സമയമാണ് ഇപ്പൊ ഉള്ളത്. അതിന് അതെ, വിഷമിക്കുകയേ വേണ്ട. അതെ, നമ്മളെടുക്കും പറഞ്ഞോളൂ. നമ്മളെടുക്കും. അതെ, എന്തായാലും ഈ പറഞ്ഞു വന്ന ടോപ്പിക് അങ്ങ് തീർക്കാം. ഓക്കെ, 62-ാമത്തെ വാക്യം. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദ മതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബികളോ ആരാകട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇതാണ് ആയത്ത്. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ അള്ളാഹു എന്ന് പറയുന്നത് ദൈവം എന്നല്ലേ നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഞങ്ങൾ അർത്ഥമാക്കുന്നത് അതാണ്. നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത് അള്ളാഹു കൊണ്ട്? അല്ല, കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഇപ്പോ ഖുർആനാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാണല്ലോ അതെ, നമ്മൾ അത് അവിടെ ഖുർആൻ മനസ്സിലാക്കി. മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് അവരും അത് ആക്സെപ്റ്റ് ചെയ്യണം. അള്ളാഹു അത് തന്നെയാണ് ദൈവം എന്ന് ആക്സെപ്റ്റ് ചെയ്തവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നോ പ്രോബ്ലം. ഓക്കെ, ഇപ്പോ അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് തന്നെയാണ് അല്ലേ? ശരിയല്ലേ? അല്ല, ഞങ്ങൾക്ക് ദൈവമാണ്, നിങ്ങൾക്കത് പലതുമല്ലോ. അള്ളാഹു അല്ല ദൈവം അല്ലെന്നാണ് നിങ്ങൾ ഞാനിപ്പോ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസമാണ് ബ്രദറെ ചോദിക്കുന്നത്. നിങ്ങളുടെ ഞങ്ങൾ വിശ്വാസമാണ് ചോദിക്കുന്നത്. വിശ്വാസപ്രകാരം അത് തന്നെ. ദൈവമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ വാക്യം ഒന്ന് നോക്കണം. മുഹമ്മദ് നബിയിൽ എന്നുള്ളത് ബ്രാക്കറ്റിലാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഇടാം. അപ്പൊ പിന്നെ നമ്മള് വായിക്കുന്നത് അല്ല, കണ്ടിന്യൂ ചെയ്തേക്കൂ ബ്രദറെ, കണ്ടിന്യൂ ചെയ്തോ. ഏ അത് കുഴപ്പമില്ല. മെഹർഷിന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. വെറുതെ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. എന്നാ പിന്നെ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദ മതം സ്വീകരിച്ചവരോ എന്റെ സ്ക്രീൻ അവിടെ പോയി. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാം. ഓക്കെ. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദ മതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബികളോ ആരാകട്ടെ അള്ളാഹുവിലും, അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ ദൈവം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ വായിച്ചാൽ തെറ്റുണ്ടോ എന്ന് പറഞ്ഞാൽ മതി താങ്കള്. അള്ളാഹുവിലും അല്ലെങ്കിൽ ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പോൾ ഈ വാക്യം
താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നത് 4 കാറ്റഗറിയാണ്. 1 മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ, 2 യഹൂദ മതം സ്വീകരിച്ചവരോ, 3 ക്രൈസ്തവരോ, 4 സാബികളോ. ഈ 4 ഗ്രൂപ്പിനും ഒന്നും പേടിക്കാനില്ല. 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 1 ദൈവത്തിലും അല്ലെങ്കിൽ അള്ളാഹുവിലും, 2 അന്ത്യദിനത്തിലും, 3 സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് ഭയപ്പെടാനില്ല. അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പോൾ ഈ വാക്യം പറയുന്നു, ഇപ്പൊ ഞങ്ങൾ ക്രൈസ്തവരായതുകൊണ്ട് പറയാണ്, ക്രൈസ്തവർക്കൊന്നും ദുഃഖിക്കാനില്ല, ഭയപ്പെടേണ്ടതില്ല. 3 കാര്യം ചെയ്താൽ മതി. ദൈവത്തിൽ വിശ്വസിക്കുക, സൽക്കർമ്മം ചെയ്യുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. ഈ ആയത്ത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? മുസ്ലിമായ ഒരാളോട് ഖുർആനത്തെ ഒരു ആയത്തിരുത്തുകയാണ് ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കല് ലോജിക്കാണോ? അല്ല, അത് ഒരു ഇന്നലെ വേറൊരാൾ മുസ്ലിമായ ആളെ വിശ്വസിക്കുന്നില്ല എന്ന് സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ്. പറയട്ടെ, ഇന്നലെ വേറൊരാള് വിശ്വസിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇല്ല എന്ന് ചോദിച്ചത്. പറഞ്ഞ അയാൾ മുസ്ലിം അല്ല എന്നർത്ഥം. ഖുർആനിലെ ഒരു വള്ളി പുള്ളി ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ അയാൾ എങ്ങനെ മുസ്ലിം ആവുക? ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഖുർആനിൽ ഒന്നും ക്രൈസ്തവർക്കൊന്നും ഒഴിവാക്കാനില്ല. പേടിക്കാനില്ല, ശരിയല്ലേ? ക്രൈസ്തവർക്കൊന്നും പേടിക്കാനില്ല. അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ. നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും നസ്രാണികളും സ്വാബികളും എല്ലാം തന്നെ ഇവിടെയാണ് പോയിന്റ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും, അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ്? ആരോ ആയിക്കോട്ടെ, രാമനോ ചന്ദ്രനോ പൗലോസോ മത്തായിയോ ആരോ ആയിക്കോട്ടെ, എന്ത് ചെയ്യണം? അള്ളാഹുവിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. അതും പോരാ, സൽക്കർമ്മങ്ങൾ, നന്മകൾ പ്രവർത്തിക്കണം. എന്നാൽ അവർക്ക് വിഷമിക്കേണ്ട ആവശ്യം വരില്ല. ക്ലിയർ കട്ടല്ലേ? ആരോ ആയിക്കോട്ടെ, സുഭാഷോ ചന്ദ്രനോ പൗലോസോ മത്തായിയോ ആരോ ആയിക്കോട്ടെ, അവര് മുൻപ് ആരോ ആയിക്കോട്ടെ, വിഷയമുള്ള കാര്യമില്ല. മുമ്പെന്നല്ല, വിജയിക്കണമെങ്കിൽ ആ മുമ്പ് വേണ്ട, ആരോ ആയിക്കോട്ടെ. അപ്പൊ സുഭാഷ് ആയാലും പൗലോസ് ആയാലും രാജനായാലും ആരോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. അവരെന്ത് ചെയ്യണം? അള്ളാഹുവിൽ വിശ്വസിക്കണം, സൽക്കർമ്മം ചെയ്യണം, ദൈവത്തിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറികടന്നു കഴിഞ്ഞാൽ യാതൊരു പേടിയും പേടിക്കണ്ട എന്നാണ് അവിടെ പറയുന്നത്. അതെ, 1 ദൈവത്തിൽ വിശ്വസിക്കണം, ശരിയല്ലേ? ഞാൻ ഈ പറയണത് ഓക്കെ അടിച്ചു വെക്കോ? അള്ളാഹുവിൽ എന്നവിടെ ക്ലിയർ ആയി എഴുതിയിരിക്കുന്നു. അതെ, അള്ളാഹു എന്ന് പറഞ്ഞ ദൈവമല്ലേ? അള്ളാഹു എന്ന് പറഞ്ഞ ദൈവമല്ലേ? അതെ, അത് നിങ്ങൾക്ക് ദൈവമല്ലല്ലോ. ഖുർആൻ ഇറക്കിയ ഞങ്ങളുടെ കാര്യം വീട്. അതേ പറഞ്ഞ. അപ്പൊ നിങ്ങളുടെ കാര്യം വിട്ടാൽ നിങ്ങളല്ല, നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾ ബേജാറാവണം എന്നാണ് പറഞ്ഞത്. ഈ ഖുർആൻ ഇറക്കിയ അള്ളാഹു, ഖുർആൻ ആരാണോ ഇറക്കിയത്, ഖുർആൻ ഇറക്കിയ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും അല്ല, അവിടെ ദൈവത്തിൽ നിന്നല്ല അള്ളാഹു എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആ അള്ളാഹു എന്ന് പറഞ്ഞ ആർക്കും പറയാ. അവിടെ ഇലാഹ് എന്നല്ല കൊടുത്തിട്ടുള്ളത്. ഇലാഹ് എന്ന് പറഞ്ഞ ദൈവം, അത് കല്ലിനെ ദൈവമാക്കുന്നവരുണ്ട്, മനുഷ്യനെ ദൈവമാക്കുന്നവരുണ്ട്, മനുഷ്യപുത്രന്മാരെ ദൈവമാക്കുന്നവരുണ്ട്, ഇങ്ങനെ പലതിനെയും ദൈവമാക്കുന്നവരുണ്ട്. ഇലാഹ്, അറബിയിൽ ഇലാഹ് എന്ന് പറയും കോമൺ നെയിം, ദൈവം. ഇതല്ല, അള്ളാഹു സ്പെഷ്യൽ നാമം. അള്ളാഹു ഏകനായ ഇലാഹ്, സൃഷ്ടാവായ ഇലാഹ്. അവിടെ വിശ്വസിക്കണം. അല്ലാതെ ദൈവത്തിൽ ഒരു ജസ്റ്റ് ദൈവം എന്ന് ആർക്കും പറയാം. മനുഷ്യന്മാരെയും ബിംബങ്ങളെയും പ്രതിമകളെയും എല്ലാവരെയും ദൈവങ്ങളാക്കുന്ന ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇലാഹ് എന്നോടെ കൊടുത്താൽ ഇത് അങ്ങനെയല്ല കൊടുത്തു. ഇലാഹല്ല എന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? മെഹരീഷ് സംസാരിച്ച് കഴിയട്ടെ. ഒരു സെക്കൻഡ്. അല്ല, മെഹരീഷ് സംസാരിച്ച് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇടയ്ക്ക് കയറരുത് മെഹരീഷ്, അതിനുശേഷം. ഓക്കെ, സംസാരിക്കും. അപ്പൊ എക്യു ബ്രദർ ഇവിടെ ക്ലിയർ, എക്യു ബ്രദർ ഇവിടെ വായിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഇപ്പൊ എക്യു ബ്രദർ വായിച്ചനുസരിച്ച് ഖുറാൻ, ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന മലയാളം ഖുറാനില് ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊക്കെ രക്ഷ കിട്ടും, എന്നിട്ട് ക്രിസ്ത്യാനികൾക്ക് രക്ഷയുണ്ടെന്നാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്റേത് കഴിയട്ടേന്നേ. ഇവിടെ രാമനോ, ഇവിടെ പറയട്ടെ, ഇവിടെ സാബികളുണ്ട്, ഞാൻ പറയട്ടെന്നേ. ഇവിടെ സാബികളുണ്ട്, യഹൂദികളുണ്ട്, നസറാണികളുണ്ട്, യഥാർത്ഥ വിശ്വാസികളുണ്ട്. ആരോ ആയിക്കോട്ടെ, എന്ത് ചെയ്യണം? അവിടെ പ്രധാനമായിട്ടും അള്ളാഹുവിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. അതും പോരാ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഇത് 3 വിഷയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പേടിയും പേടിക്കണ്ട എന്നാണ് പറഞ്ഞത്. ക്ലിയർ കട്ടാണ് അവിടെ. ക്ലിയർ. ഓക്കെ, അപ്പൊ മെഹ്റിഷെ ഇവിടെ എക്യുപ്പ് ചോദിച്ചെന്ന് വെച്ചാൽ താങ്കളോട് ചോദിച്ചായിരുന്നു,
അള്ളാഹു എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ദൈവം എന്നല്ലേ? വെറും ദൈവം എന്നല്ല, സത്യദൈവം, ഏക സത്യദൈവം, ആകെ ഒരു ദൈവം, ഏക സത്യദൈവത്തിലും ഏക സത്യദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ല. ദൈവം എന്നാണെങ്കിൽ ഇലാഹാണ് അവിടെ വരിക. ഇലാഹ്, ദൈവം എന്നുള്ളത് ഇലാഹ്. നിങ്ങളെ ബൈബിളിൽ പോലും, നിങ്ങളെ അറബിക് ബൈബിൾ ട്രാൻസ്ലേഷനിൽ പോലും ഇലാഹ് എടുക്കാത്തത്. അവർക്കറിയാം അള്ളാഹു എന്നാണ് ദൈവത്തിൽ, യഥാർത്ഥ ദൈവത്തിന്റെ പേര്. അതല്ല പറയട്ടെന്നേ, ഞാൻ പറയുമ്പോ ഇടയ്ക്ക് അറിയില്ലേ, നിങ്ങൾ അറബിക് ബൈബിൾ ട്രാൻസ്ലേഷനിൽ എന്തുകൊണ്ടാണ് ഇലാഹ് കൊടുക്കാത്തത്? ഇലാഹാണ് കോമൺ നാമം, അറബിയിൽ ദൈവത്തിന് പറയുന്ന കോമൺ നാമമാണ് ഇലാഹ്. അതെടുക്കാതെ അള്ളാഹു എന്ന് സ്പെഷ്യലായി എടുക്കാൻ കാരണം എന്താ? അതാണ് യഥാർത്ഥത്തിൽ സൃഷ്ടാവ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ആരാണോ അവന് പറയുന്ന പേരാണ് അള്ളാഹു. കറക്റ്റ്. അപ്പൊ നിർത്തിയോ? അപ്പൊ ഏക സത്യദൈവത്തിലും സൽക്കർമ്മം ചെയ്യുകയും ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ കിട്ടുമെന്നല്ലോ. അതെ, ഏകസത്യദൈവം ഏതാണ് ഖുർആൻ ഇറക്കിയത്? ആ ഖുർആന്റെ പദം എടുത്തിട്ടാണല്ലോ നിങ്ങൾ വിശദീകരിക്കുന്നത്. ഖുർആൻ ഇറക്കിയതാണ് ഏകസത്യദൈവം. അല്ല, ആ ഖുർആൻ ഇറക്കിയ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലല്ല മെഹരീഷ ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് മെഹരീഷ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക. ഒറ്റ കാര്യം പറയട്ടെ. അപ്പൊ മെഹരീഷെ, ഇപ്പൊ എക്യു ബ്രദർ ഇറക്കിയ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. അല്ല, ഇത് പറ, ന്യൂക്ലിയർ ഇത് പറ. ഖുർആൻ ഇറക്കിയ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഖുർആനത്തെ വചനം വെച്ചിട്ടാണ് കോട്ട് ചെയ്യണത്. ആ ഖുർആൻ ഇറക്കിയ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ല, അടുത്തതല്ല. നിങ്ങൾ ഖുർആനത്തെ വചനം വെച്ചിട്ട് നിങ്ങൾ ഖുർആൻ തള്ളുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഒരു വിഷയം എന്താണെന്നറിയോ ന്യൂക്ലിയറെ? ഒരു മിനിറ്റ്. ഖുർആൻ ഇറക്കിയ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു മിനിറ്റ് തരാം. ഈ ന്യൂക്ലിയറെ, ഇദ്ദേഹത്തിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം പെട്ടു എന്ന് കാണുമ്പോ പിന്നെ അക്ഷമനാവും. അതാണ് ഒരു വിഷയം. അതുകൊണ്ടാണ് ഒരു മിനിറ്റ് ബ്രദറെ, ഒരു മിനിറ്റ് മെഹറിഷിന് തരാം. ഓ, എന്തോ മെഹറിഷെ, ഒന്ന് സഹകരിക്കുക. നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം തന്നില്ലേ? ഇപ്പൊ അച്ചമുച്ചായൻ പറഞ്ഞു 10 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് കള്ളം പറയല്ലേ? 5 മിനിറ്റ് പോലും കിട്ടിയിട്ടില്ല. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഓക്കെ, 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഓക്കെ. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് കയറില്ലേ? ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ വിശകലന വിഷയം. ഓക്കെ, അതിനകത്ത് പറയുന്ന 4 കാറ്റഗറി: 1 മുസ്ലിങ്ങളോ, 2 ക്രൈസ്തവരോ, അല്ല യഹൂദ മതം സ്വീകരിച്ചവരോ, 3 ക്രൈസ്തവരോ, 4 സാബിയൻസോ, ആരോ ആകട്ടെ, 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിലല്ല, അള്ളാഹു. ദൈവം എന്ന് പറഞ്ഞ ഇലാഹ്. അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞ, ഒരു മിനിറ്റ്, അള്ളാഹു ദൈവം അല്ലേ? ആകെ ഇവിടെ ലോകത്തിനൊരു ദൈവമേ ഉള്ളൂ, അത് അള്ളാഹു ആണ്. അല്ല, ദൈവം എന്ന് പലർക്കും പറയാം. അപ്പൊ പ്രത്യേകം പറയണം, അള്ളാഹു എന്ന് തന്നെ വിളിച്ചു പറയണം. ഏകസത്യദൈവം അത് പോരാ. അള്ളാഹു എന്ന് തന്നെ ബൈബിൾ എടുത്ത പോലെ അള്ളാഹു എന്ന് തന്നെ എടുക്കണം. അല്ല, അത് പോരെന്നേ. ബൈബിൾ എടുത്തതില്ലേ? ബൈബിൾ അറബിയിൽ എടുത്തല്ലോ, അള്ളാഹു എടുത്തല്ലോ, അതുപോലെ എടുക്കണം. അല്ല, കണ്ടാന്നുള്ളത് ഒരു മിനിറ്റ് മെഹർ, നിങ്ങൾ അള്ളാഹു എടുക്കണം. നിങ്ങൾ അള്ളാഹു തന്നെ എടുക്കണം സഹോദരങ്ങളെ. നിങ്ങൾ ദൈവം എന്നാണെങ്കിൽ ഇലാഹ് മതി, ദൈവമാണെങ്കിൽ ഇലാഹ് മതി. നിങ്ങൾ അറബിക്ക് ബൈബിളിൽ എടുത്തല്ലോ അള്ളാഹു. നിങ്ങളല്ലാതെ ദൈവം കല്ലിനും മണ്ണിനൊക്കെ പറയും. താങ്കൾക്ക് സമയം തരാം. മ്യൂട്ടി. ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ എക്യുപ്പ് ചോദിച്ചു. അപ്പൊ മെഹറിഷ് തന്നെയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു ദൈവത്തിനെ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അള്ളാഹുവിൽ ഇടപെടല്ലേ മെഹറിഷ്, ഇടപെടല്ലേ? താങ്കൾ ആ ഒരു മാന്യത കാണിക്കുക. താങ്കൾ ഇവിടെ താങ്കൾക്ക് ഇത്രയും നേരം സമയം തന്നില്ലേ? സമയം തരൂ, ഉറപ്പായിട്ട് താങ്കൾക്ക് സമയം തരും. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കൾ തന്നെ പറഞ്ഞു അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവത്തിനെ പറയുന്ന പേരാണ്. ആ വേർഡ് തന്നെ ഉച്ചരിക്കണം അവിടെ. ആ വേർഡ് തന്നെ ഉച്ചരിക്കണം. അത് ശരിയാണോ? ഏക സത്യ ദൈവത്തിന് അള്ളാഹു എന്ന്? അതെ, ഇവിടെ പ്രപഞ്ചത്തിന് ഒരു ദൈവമേ ഉള്ളൂ, അത് അള്ളാഹു ആണ്. ആ അള്ളാഹു എന്ന് തന്നെ പറയണം. ആ ദൈവം എന്ന് പറഞ്ഞാൽ പോലെ. ദൈവം എന്ന് പറയണമെങ്കിൽ അവിടെ ഇലാഹ് മതി. മനസ്സിലായോ? ഓക്കെ. ഏക സത്യ ദൈവം എന്ന് അള്ളാഹു എന്നുള്ളതിന്റെ മലയാളം ഏക സത്യ ദൈവം എന്നാണോ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഏകനായ ഒരേ ഒരു ദൈവം. പ്രപഞ്ചം സൃഷ്ടിച്ച ലോകത്തിലെ ഏക സത്യ ദൈവം എന്നാണോ ആ അള്ളാഹു എന്നുള്ള? അത് മതി. അപ്പൊ ക്രിസ്ത്യാനികള് അതെങ്ങനെ ആവുക? ക്രിസ്ത്യാനികള് തീട്ടം മാറി വരുന്ന ആള് ദൈവമാവോ? യഹോവ? ഞാനൊന്ന് പറയട്ടേന്നേ, മെഹറിഷ് ഒന്ന് ഇടക്ക് കയറല്ലേ? ഞാൻ എക്യുപ്പിനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ എക്യുപ്പേ, ഇപ്പൊ ആ ഖുറാനായിട്ട് പറയുന്നത്, ഞാൻ അപ്പൊ എക്സാക്ട് മലയാളമാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. യഹൂദരായിക്കോട്ടെ ക്രൈസ്തവരായിക്കോട്ടെ ഏക സത്യ ദൈവത്തിലും
പിന്നെ സൽക്കർമ്മം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ക്രിസ്ത്യാനികൾക്ക് രക്ഷയുണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. ക്ലിയർ അല്ലേ? ക്രിസ്ത്യാനിയൊക്കെ രക്ഷയില്ല. ക്രിസ്ത്യാനിയൊക്കെ എങ്ങനെ രക്ഷ? അല്ല ആ ഖുറാനായത്തിൽ എഴുതി വെച്ചേക്കണ കാര്യമല്ലേ ഇപ്പൊ ക്രിസ്ത്യാനി വായിച്ചേ. അല്ല, ഏക സത്യദൈവത്തിൽ വിശ്വസിച്ച ക്രിസ്ത്യാനി അല്ലാതായി മാറി സഹോദര. ഞങ്ങൾ ഏക ഏകസത്യദൈവത്തിലാണ് സത്യത വിശ്വസിക്കുന്നത്. ഏക സത്യദൈവത്തിൽ വിശ്വസിച്ച ക്രിസ്ത്യാനി അല്ലാതായി. ഞങ്ങൾ ഒറ്റ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ഒറ്റ ദൈവം, നിങ്ങൾ അല്ല ത്രിയേക അത് ദൈവത്തിന്റെ ആൾക്കാരാണ്. മേരിഷേ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വാക്യാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്രൈസ്തവരാകട്ടെ യഹൂദരാകട്ടെ അവര് ഏക ദൈവത്തിൽ വിശ്വസിച്ചാൽ അവർക്ക് ഒരു കുഴപ്പമില്ല. ഇത് താങ്കള് സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? അത്രേ അറിഞ്ഞാൽ മതി. അതെ, അതാണ് പറയുന്നത്. അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ക്ലിയർ കട്ടാണ് അവിടെ പറഞ്ഞല്ലോ. ഞാനത് വേറെ രീതിയിൽ ഖുർആനിലെ ചോദിക്കാം. വചനങ്ങൾ വെച്ചിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? ഖുർആനിലെ വചനം അപ്പൊ നിങ്ങള് ആ ഖുർആൻ വിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് വിശ്വാസം? ബ്രദറെ, ഞാൻ പറയാം. അങ്ങേറ്റത് അത് ഞാൻ ഒന്നോട് ചോദിക്കാം. നിങ്ങൾ ഈ എടുക്കുന്നത് അള്ളാഹു എന്നുള്ളത് ഏത് ഭാഷയാ? അള്ളാഹു എന്നുള്ളത് ഏത് ഭാഷ? അറബിക് ഭാഷ. അറബിക് ഭാഷയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്നാ പിന്നെ ഒരു പണി ചെയ്യാം. മോശയിലേക്ക് പോകാം. മോശ സംസാരിച്ച എബ്രയ ഭാഷയിൽ അതിനകത്ത് ഈ ഏക ദൈവത്തെ വിളിച്ചത് ഏൽ, എലോഹിം, അതുപോലെ തന്നെ യാഹുവെ. ഓക്കെ, അപ്പോ നമുക്ക് ഒന്ന് പറയട്ടെ, പറയട്ടെ. അത് കേട്ടല്ലേ? യാഹുവെ എന്റെ കേട്ടല്ലേ? അപ്പൊ നിങ്ങൾ ഈ സക്രിയാന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മിനിറ്റ്, സക്രിയാന്ന് കേട്ടിട്ടുണ്ടോ? സക്രിയാന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മിനിറ്റ്, സക്രിയാന്ന് കേട്ടിട്ടുണ്ടോ? സക്രിയാന്ന് കേട്ടിട്ടുണ്ടോ? മാത്രമേ അല്ല, യഹിയാന്ന് യഹിയാന്ന് കേട്ടിട്ടുണ്ടോ? യഹിയാന്ന് കേട്ടിട്ടുണ്ടോ? ശരി. പഹയാന്ന് കേട്ടിട്ടുണ്ടോ? പഹയ യഹിയാന്ന് പറഞ്ഞ എന്താ പറയും? യഹിയാന്ന് പറഞ്ഞ അപ്പൊ പഹയാന്ന് പറഞ്ഞ എന്താ? എന്തോ മണ്ടത്തരം. അതിലുണ്ട് ഹോവേ, പഹയയിലുണ്ട്. കോയാന്ന് പറഞ്ഞാൽ നിങ്ങൾ അതാക്കി മാറ്റി. ഇനിയിപ്പോ ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് കോയാന്ന് പറഞ്ഞ നിങ്ങളെ ദൈവത്തെ കണ്ടതില് പഹയ, യഹിയ, പഹയ അതിലൊക്കെയാണ് പോയി കണ്ടത്. ഓക്കെ, അത് വിട്. ഓക്കെ, ഇപ്പൊ താങ്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇപ്പോ യഹൂദരോ ക്രൈസ്തവരോ ഏലിലോ എലോഹിലോ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് ഒന്നും പേടിക്കാനില്ല, അവർക്ക് ഭയപ്പെടേണ്ടതുമില്ല, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടതുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും താങ്കൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? ഞങ്ങൾ ഏൽ എലോഹിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടുക്കുന്നത് ഏലാണ്? ഖുർആനിലാണ്. ആ ഖുർആനിൽ പറയുന്നത് എടുക്കുമ്പോ ഖുർആനിലെ ദൈവം നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ലേ? ഈ ഖുറാനിലെ ദൈവം അല്ലേ? ഈ ഖുറാനിലെ ദൈവം അല്ലേ മോശ വിളിച്ച ഏലും എലോഹിയും? ഒരു മിനിറ്റ്, ഏൽ എലോഹിയും മോശ വിളിച്ച ദൈവം അല്ലേ? മൂസ വിളിച്ച ദൈവം അല്ലേ? അല്ല, ഞങ്ങൾക്കത് വ്യക്തമാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ആ ഏലിന്നാണ് വിളിച്ചതെന്ന് ഞങ്ങൾക്ക് ഇതിൽ വ്യക്തമാക്കിയില്ല. ഞങ്ങൾക്ക് അള്ളാഹ് എന്നുള്ള വേർഡില്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അതിന് മുമ്പ് ഏലാണോ കൂലാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അപ്പൊ നിങ്ങൾ ഇത് സമ്മതിച്ചല്ലോ, ഖുറാനിൽ ഒന്നും വ്യക്തമല്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അത് നിങ്ങൾക്ക്, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കല്ല, ഇപ്പൊ മെഹറിഷ് അല്ലേ പറഞ്ഞ ഞങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടില്ലെന്ന്. എന്തിനാണ് വ്യക്തത വേണ്ടത്? വ്യക്തത പലതരത്തിലുണ്ട്. ഞങ്ങൾക്ക് നോക്ക്, ഏകദൈവത്തിന്റെ കാര്യത്തിൽ ഒരു മിനിറ്റ്, ഇപ്പൊ മെഹറിഷ് അല്ലേ പറഞ്ഞത്? ഇപ്പൊ മെഹറിഷ് അല്ലേ പറഞ്ഞത്? ഒരു മിനിറ്റ് ബ്രദറെ, ഞാൻ പറയട്ടെ. മെഹറിഷ്, ഒരു മിനിറ്റ്. നിങ്ങൾ പറയാൻ അനുവദിക്കുക സഹോദര, ഉത്തരം പറയാൻ അനുവദിക്കൂ സഹോദര, പ്ലീസ്. ഓക്കെ, എന്നാ പിന്നെ മെഹറിഷ് പറ. എന്നിട്ട് പിന്നെ ഞാൻ പറയുമ്പോ പിന്നെ താങ്കൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇസ്ലാമിനെ സംബന്ധിച്ച് വ്യക്തത എന്ന് വെച്ചാൽ വളരെ ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം എന്താണ് ഒരു വിശ്വാസിക്ക് എന്തിലാണ് വ്യക്തത വേണ്ടത്? അവന്റെ ഏകദൈവ വിശ്വാസത്തിൽ, ദൈവവിശ്വാസത്തിലാണ് വ്യക്തത വേണ്ടത്. ആ കാര്യത്തിൽ ഇസ്ലാമിൽ ഇനി 72 വിഭാഗം ഉണ്ടെങ്കിൽ പോലും അവന്റെ ദൈവം ആരെന്ന് ചോദിച്ചാൽ ഏത് നഴ്സറി കുട്ടിയും പറയും അല്ലാഹു. ആ കാര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ വ്യക്തത വേണ്ടത് എന്തിനാണ്? ദൈവവിശ്വാസത്തിൽ. ആ വിശ്വാസ കാര്യത്തിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവും നഴ്സറി കുട്ടിക്ക് വരെ അറിയാം ആരാ ദൈവം. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ദൈവവിശ്വാസത്തിൽ വ്യക്തതയുണ്ടോ? ആയിരക്കണക്കിന് സഭകൾ, ആയിരക്കണക്കിന് ദൈവവിശ്വാസങ്ങൾ, ഇങ്ങനെ പലർക്കും പല ചിന്ത. ഈ ക്ലബ് ഹൗസിൽ പോലും 10 ഗ്രൂപ്പുകളുണ്ട് ക്രിസ്ത്യാനികൾക്ക് ദൈവവിശ്വാസത്തിൽ വ്യത്യസ്തതകളുള്ള. നമ്മൾ തൽക്കാലം വിഷയം മാറ്റുന്നില്ല മെഹറിഷ്. ഇസ്ലാമിൽ പറയട്ടെ, നമ്മൾ വിഷയം മാറ്റുന്നില്ല. ഒരു മിനിറ്റും മടത്താ പറയട്ടെ. ഇവിടെ ഇസ്ലാമിൽ വ്യക്തത, ഖുർആനിൽ വളരെ വ്യക്തത. എന്തിനാണ് വ്യക്തത വേണ്ടത് നമുക്ക്?
നമുക്ക് ഈ പഴയ കാല ചരിത്രങ്ങളോ എന്തായിരുന്നു അന്നത്തെ ഭക്ഷണം, മന്നായും സെൽവയും എന്താണ്, അതെന്താ, ഇതെന്താ, അങ്ങനത്തെ, അല്ലെങ്കിൽ അവരുടെ മുൻകാല ഇവരുടെ ബാപ്പാരായിരുന്നു, അവരുടെ ബാപ്പാരായിരുന്നു, അവരുടെ ബാപ്പാരായിരുന്നു, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലെല്ലാം വ്യക്തത വേണ്ടത്. നമ്മൾ എന്തിന് ഈ ലോകത്തേക്ക് വന്നു, എന്തിനാണ് ഇനി അങ്ങോട്ട് പോകുന്നത്, പോകുമ്പോൾ എന്ത് ലഭിക്കും, നമ്മൾ എന്തിനാണ് ദൈവം ഇങ്ങോട്ട് അയച്ചത്, ആരാണ് ദൈവം, എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം, ഈ വക കാര്യങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനമായ വിഷയങ്ങൾ. അല്ലാതെ നമ്മുടെ തലമുറ ആര്, അതിന്റെ തലമുറ ആര്, വാപ്പാന്റെ വാപ്പ ആര്, അനിയന്റെ അനിയൻ ആര്, ഈ വിഷയങ്ങളോ പഴയ കാല ചരിത്രങ്ങളോ അറിഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. ഓക്കെ ഇനി ഞാൻ മൈക്ക് പറയട്ടെ, എടുക്കരുത്, ലാസ്റ്റ് മൈക്ക് മിനിറ്റ്, എടുക്കരുത്, ലാസ്റ്റ് മൈക്ക് 30 സെക്കൻഡ്, എടുക്കരുത്. അല്ല, ലാസ്റ്റ് 30 ഒരു സെക്കൻഡ്, സെക്കൻഡ്, ഒരു സെക്കൻഡ്, 30 ഒരു സെക്കൻഡ്, സെക്കൻഡ് മൈക്ക് എടുക്കരുത്. 30 സെക്കൻഡ്, ഇനി മൈക്ക് എടുക്കരുത് പ്ലീസ്. 30 അല്ല, സെക്കൻഡ് മൈക്ക് എടുക്ക, സഹോദര. ഞാൻ ഒന്ന് പറഞ്ഞു കഴിയട്ടെ. അല്ല, ഞാനിത് ഒന്ന് പറഞ്ഞ് മൈക്ക് തീരുന്നതിന് മുമ്പ് എടുക്കരുത്, നിങ്ങൾ ഇടയിൽ മൈക്ക് കയറ്റി എന്നെ 30 അല്ല, സെക്കൻഡ് മതി. നിങ്ങള് എന്റെ പ്രിയ കൂട്ടുകാരൻ ഇനി മൈക്ക് എടുക്കരുത് പ്ലീസ്. ആ, അതായത് മെഹരീഷിന് എത്രയോ സമയം കൊടുത്തു. സമയം കൊടുത്തപ്പോഴും ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ വേറെ അല്ല, എങ്ങോട്ടോ കിടന്ന് 30 സെക്കൻഡ് മതി ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നേ ഇവിടെ ഒരു ചോദിച്ച ഒരു സെക്കൻഡ് ചോദ്യത്തിനോട് പറഞ്ഞു കഴിയട്ടെ, 30 ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാം. കഴിയട്ടെ കൂട്ടുകാരാ, ഒന്ന് പറഞ്ഞു കഴിയട്ടെ, നിങ്ങൾ തീർത്തോളൂ, അതിന് സമയം തരാം. ആ, അപ്പം ചോദിച്ച കാര്യങ്ങൾക്ക് വിഷയം ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കാതെ, അതായത് ഈ അള്ളാഹുവിനെയാണ് എല്ലാവരും അതിൽ അവർ വിശ്വസിക്കുന്ന നാഥൻ, അവരുടെ നാഥൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. വ്യക്തം അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? പിന്നല്ലാതെ ചായ, അത് ആ, ഒരു പണി അത് ചെയ്യാം, നമുക്ക് മെഹറിഷിന് ഒരു അത് 30 സെക്കൻഡോടെ അല്ലല്ല, ഒരു കൊടുക്ക്. സെക്കൻഡ്, ഒരു അച്ഛൻ 30 പറഞ്ഞു സെക്കൻഡ്, കഴിഞ്ഞിട്ട് ഒരു മിനിറ്റും കൂടെ വേണം സംസാരിച്ചോട്ടെ. 30 അച്ഛൻ പറഞ്ഞു സെക്കൻഡിൽ ഒരു കഴിഞ്ഞിട്ട് മിനിറ്റ് അദ്ദേഹത്തിന് 30 സംസാരിച്ചോട്ടെ. സെക്കൻഡോടെ കൊടുക്ക്. ഓക്കെ, സംസാരിച്ചോളൂ, വിഷയത്തിൽ നിന്ന് പുറത്തു പോകല്ലേ അതെ, മകരീഷ്. 30 സെക്കൻഡോടെ അതാണ് 30 ഈ സെക്കൻഡോടെ എക്യു എടുക്കുക. ബ്രദറിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണത്. എന്താണ് വ്യക്തത, എന്താണ് വ്യക്തത? എന്നിട്ട് എക്യു ബ്രദർ എന്തുമായിട്ടാ വരല് അറിയോ? ഏതെങ്കിലും കഥന്റെ ബാക്കി, എന്നിട്ട് അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ഇത് മനസ്സിലായിട്ടില്ല, അത് മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാക്കി തരാനല്ല ഖുർആൻ ഇറക്കിയത്. എന്താണോ മനുഷ്യനെ നമ്മളിപ്പോ നമ്മളൊരു വ്യക്തിയാണ്, ആ വ്യക്തി എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, ഇനി എന്തൊക്കെ ചെയ്താലാണ് നന്മ സ്വർഗം ലഭിക്കല്, എന്തൊക്കെ ചെയ്താലാണ് തിന്മ ലഭിക്കല്, നരകം ലഭിക്കല്, ഇങ്ങനെ ഇത്യാദി. ഇനി ആരാണ് നിന്റെ ദൈവം, എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്, ആ കാര്യം അതല്ല നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം ആരാണ് ദൈവം, ഒന്നാമത്തെ പോയിന്റ്. എന്താണ് അതിന്റെ ഉദ്ദേശം, നമ്മളെ ഇറക്കിയത്, ആ അത്യാദി കാര്യങ്ങളിൽ പെർഫെക്ഷനായി ക്രിസ്റ്റൽ ക്ലിയർ ആയി ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് എങ്ങനെയാണ് പക്ഷേ പക്ഷേ ടൈമായി ടൈമായി പക്ഷേ ടൈമായി ടൈമായി 45 ക്രിസ്ത്യാനികളെ സെക്കൻഡായി, സംബന്ധിച്ച് 45 സെക്കൻഡായി, പക്ഷെ ക്രിസ്ത്യാനികളെ 45 സെക്കൻഡ്. സംബന്ധിച്ച് ഇന്നും അവർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ദൈവം, എന്താണ് ദൈവം, 3 ദൈവം, 2 ദൈവം. ഓക്കെ ഓക്കെ ഓക്കെ, മെഹറിഷ് ഇപ്പൊ ക്ലബ് ഹൗസിൽ പോയി, വംശാവലിയുടെ പോയി, ആരാണ് ദൈവം, എന്താണ് ദൈവം, ഇതൊക്കെ പോയി. പക്ഷെ നമ്മുടെ ചോദ്യം ഇതൊന്നും അല്ലായിരുന്നു. നമ്മുടെ ചോദ്യം ബക്കറ 62 പറഞ്ഞിരിക്കുന്ന വിഷയമായിരുന്നു. താങ്കള് ബക്കറ 62 മാത്രം തൊട്ടില്ല, ബാക്കി നിങ്ങൾക്ക് 30 അല്ല 3 മിനിറ്റ് കൊണ്ട് ഓടാവുന്നിടത്തൊക്കെ ഓടി. ഇത്രയേ ഉള്ളൂ. മുഹമ്മദിൽ വിശ്വസിച്ചവരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ, 2 യഹൂദ മതം സ്വീകരിച്ചവരോ, അത് നിങ്ങൾ വായിച്ച 3 തെറ്റ്. ശ്ശേ, മുഹമ്മദിൽ എന്തൊരു വിശ്വസിച്ചവർ കഷ്ടാന്ന് എവിടെ? പറഞ്ഞേ. നിങ്ങൾ വായിച്ച അത് തെറ്റാണ്. എവിടെ ബ്രാക്കറ്റിൽ എഴുതിയ വിശ്വസിച്ചവർ? കാര്യം ഞാൻ വായിച്ചേ. ബ്രാക്കറ്റ് നിങ്ങളുടെ വായിക്കണ്ടല്ലോ, പണ്ഡിതന്മാരും ബ്രാക്കറ്റ് വായിക്കണ്ട. ഓക്കെ, ബ്രാക്കറ്റ് വായിക്കണ്ട. ഓക്കെ, ബ്രാക്കറ്റ് വായിക്കണ്ട. നിങ്ങളുടെ പണ്ഡിതന്മാരും മണ്ടന്മാരാണ്. ഓക്കെ, വിശ്വസിച്ചവരോ, യഹൂദ മതം സ്വീകരിച്ചവരോ, ക്രൈസ്തവരോ, സാബികളോ ആരാകട്ടെ, അള്ളാഹുവിലും അല്ലെങ്കിൽ ദൈവത്തിലും, അതല്ലെങ്കിൽ ദൈവത്തിൽ എന്ന് പറയണ്ട, അള്ളാഹുവിൽ എന്തൊരു അങ്ങനെ തന്നെ കഷ്ടാന്ന് പറ, പറ. അങ്ങനെ ഓക്കെ, തന്നെ എന്നാ പറ. നിങ്ങൾ പറഞ്ഞാൽ മതി അള്ളാഹു ദൈവം അല്ല എന്ന് പറഞ്ഞാൽ മതി. ദൈവമില്ല എന്നല്ല, ഞാൻ പിന്നെ ദൈവം മകരീഷ് മൈക്ക് ഖുർആൻ നമുക്ക് ഇറക്കിയ മകരീഷ് ദൈവം, എത്ര സമയമായി ഖുർആൻ പറയുന്നത്? ഇറക്കിയ ദൈവമാണ് അല്ല. അള്ളാഹു. മകരീഷ് മൈക്ക് അങ്ങനെ ഓക്കെ, തന്നെ എടുക്കരുത്. പറ. മകരീഷ് അള്ളാഹു ദൈവമാണോ അല്ലയോ അത് പറ. ഖുർആൻ ഇറക്കിയ ദൈവമാണ് അള്ളാഹു. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അവിടെ എഴുതിയേക്കുന്ന കാര്യം ബ്രദറെ അപ്പൊ ഖുർആൻ വായിക്കുന്നത്, അല്ലാണ്ട് ഇറക്കിയത് അവിടെ അള്ളാഹു അല്ലേ? എഴുതാത്തത് കാര്യമല്ല അല്ല, ഖുർആൻ വായിക്കുന്നത്. ഇറക്കിയത് അള്ളാഹു അല്ലേ? ആ വാക്യത്തിൽ അങ്ങനെയൊന്നും അല്ല, എഴുതിയിട്ടില്ലെന്നേ. ഖുർആൻ ആ ഇറക്കിയത് ഈ വാക്യത്തില് പറയുന്ന ആളാ. നിങ്ങൾ വായിക്കുന്ന ഖുർആനല്ലേ? ഖുർആൻ നമുക്കൊരു പണി ഇറക്കിയത് അള്ളാഹു ചെയ്താലോ, അല്ലേ? ഈ മെഹറിഷ് ബ്രദറിനെ ഒരു 30 സെക്കൻഡിലേക്ക് താഴെ ഇരുത്തിയിട്ട് പിന്നെ കയറ്റിയാലോ? പുള്ളി പറയാൻ സമ്മതിക്കത്തില്ല. കാരണം പുള്ളി പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളി അതന്നെ, നിങ്ങൾ ഇതേപോലെയാണ്. പെട്ടുന്നുണ്ടാ നിങ്ങൾ. ഈ മൈക്ക് പിന്നെ പുള്ളിക്കാരൻ തിന്നോണ്ടിരിക്കും. ഓടിക്കോ ഒരു ഓടിക്കോ സെക്കൻഡ്, ഓടിക്കോ. അല്ല, ഒരു സെക്കൻഡ്, മെഹറിഷിനെ ഒരു എടുക്കാം. സെക്കൻഡ്. ഞാനൊന്ന് ഇറക്കണ്ട. അതായത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, അതായത് ഖുറാൻ എഴുതിയത് അള്ളാഹു ആണെന്ന്. പോരെയോ? അത് ഖുറാൻ എഴുതിയത് അള്ളാഹുവിന്റെ ആണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുത്തൂടെയോ? അച്ഛാ, ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം പറയാം.
നമുക്ക് എമിഷന്റെ മുകളിലേക്ക് എടുക്കണേ, അദ്ദേഹത്തെ മുകളിലേക്ക് എടുക്കണം. ഞാനൊന്ന് പറഞ്ഞു ഒരു തീർത്തോട്ടെ. മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതെ, പറഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ എല്ലാ 30 സെക്കൻഡിലും കയറി ഇടപെടും. ഈ വാക്യത്തിൽ പറയുന്നത് 4 കാറ്റഗറി. ഒന്ന്, വിശ്വസിച്ചവർ. അതിന്റെ ബ്രാക്കറ്റിൽ ഇവരുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത് മുഹമ്മദ് നബിയിൽ എന്നാണ്, അല്ലെങ്കിൽ നമുക്കതിങ്ങനെ മനസ്സിലാക്കാം, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ, ഇനി അതും വേണ്ട, വിശ്വസിച്ചവരോ. 2, യഹൂദ മതം സ്വീകരിച്ചവരോ. 3, ക്രൈസ്തവരോ. 4, സാബികളോ ആരാകട്ടെ. 3 കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താണതൊക്കെ? അള്ളാഹുവിലും. അള്ളാഹു എന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ, ഇവരുടെ അള്ളാഹു ദൈവമാണ് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിലും അല്ലെങ്കിൽ ദൈവത്തിലും. 2, അന്ത്യദിനത്തിലും. 3, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക. അന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. 2, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. 3, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവർക്ക് അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇനി ഈ അള്ളാഹു എന്നുള്ള പദത്തിലാണ് ഇവർ കയറി പിടിക്കാൻ നോക്കുന്നതെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം, ഈ അള്ളാഹു എന്നുള്ളത് അറബി ശബ്ദമാണ്. എബ്രയ ഭാഷയിൽ അള്ളാഹു എന്നല്ല, അത് ഏൽ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ലോഹിം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, യാഹ്വേ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 3 പദങ്ങളാണ് തോറയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോ മോശയുടെ ദൈവമായ ഏൽ, മോശയുടെ ദൈവമായ ഇലോഹീം, അല്ലെങ്കിൽ മോശയുടെ ദൈവമായ യാഹ്വേ, ഇതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അല്ലെങ്കിൽ ഇത്രയൊന്നും നീട്ടി പറയേണ്ട, മോശ ആരാധിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദനും മോശയുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിക്കും മോശയുടെ ദൈവമായ യഹോവിൽ വിശ്വസിക്കുന്ന സാബികളോ അല്ലെങ്കിൽ മോശയുടെ ദൈവമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്കും ഒന്നും പേടിക്കാനില്ല. എന്ത് ചെയ്താൽ? അന്ത്യദിനത്തിൽ വിശ്വസിക്കുക കൂടെ ചെയ്യുകയും സൽക്കർമ്മം കൂടെ ചെയ്യുകയും ചെയ്താൽ ഒന്നും പേടിക്കാനില്ല, ദുഃഖിക്കേണ്ടിയുമില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, ഇത് മെഹറിഷ് വിശ്വസിക്കുന്നുണ്ടോ? അതിനാണ് ഇദ്ദേഹം ഇത്രയും കിടന്ന് ഉരുണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ വ്യക്തതയുള്ളത് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല എന്ന് മെഹറിഷ് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ അവിടെ വ്യക്തമാക്കിയിട്ടില്ല എന്ന്. ഏൽ, എലോഹിം അങ്ങനെയുള്ള പദങ്ങളൊന്നും ഖുറാനില് വ്യക്തമാക്കിയിട്ടില്ല. അന്നേരമാണ് ഞാൻ ചോദിച്ചത്, അപ്പൊ വ്യക്തതയില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളുടെ മുകളിലാണ് ഞാൻ ചോദിച്ചത്. ഖുറാനിൽ ആ വിഷയം വ്യക്തമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് അംഗീകരിച്ചു കൊടുത്തു. യെസ്, ഖുറാനിൽ വ്യക്തതയില്ല. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അദ്ദേഹം എപ്പോഴേ പോയി, മെഹ്റീഷ് എപ്പോഴേ നാട് വിട്ടു? താഴെയുണ്ട്. കാണാവോ? ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വാ. ഇവര് പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയാൻ സമ്മതിക്കത്തില്ല. അതാണ് വേറെ വിഷയം. കത്തോലിക്ക ബ്രദറെ, എവിടെ പോവാനാ നിങ്ങളെ വിട്ടിട്ട്? നിങ്ങളെ ബൈബിൾ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ആരും എവിടെ പോകില്ല. ഞാനിപ്പോ നാട്ടിലുണ്ട്. നിങ്ങളെ വീടുകളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ബൈബിള് മേന്തി. എന്നിട്ട് അവിടെ മറ്റേ സുവിശേഷം വായിച്ചു കൊടുക്കാൻ പോവാണ്. ഹെസ്കേലും ഉത്തമഗീതം. ഇതിനെ കുറിച്ച് പറ. അതൊക്കെ വിട്. 2:62. അത് വിടത്തില്ല. അത് കാര്യമായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ബൈബിളായിട്ട്. വീടുകൾ എവിടെയാണോ അവിടെ പോകാൻ പോവാണ്. 2:62 പറ. 2:62 ബ്രദറിനൊക്കെ വീട്ടിൽ പോയിക്കോളാം. ഞാന് നമുക്കൊരു പണി ചെയ്താലോ? മെഹറിഷിനെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമുക്ക് നാസറിലേക്ക് പോയാലോ? എന്നാ പിന്നെ എനിക്ക് വേണമെങ്കിൽ പോവാൻ തോന്നുന്നു, നാസറിലേക്ക് പോവാൻ.